അല്ല മൊയ്തുക്ക, നിങ്ങൾക്കിപ്പോ ഈ ഫോട്ടോ എവിടെ നിന്ന് കിട്ടി? അതിന്റെ മൊബൈലിൽ വന്ന ഞാൻ പ്രിന്റ് എടുത്ത്. അതേ, നേരെ നിന്ന് നോക്കുമ്പോ ഉണ്ണിയുടെ അതേ ലുക്ക് ഉണ്ടെങ്കിലോ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ നോക്കാൻ നേരത്തെ നമ്മുടെ കണാരേട്ടന്റെ മോനില്ലേ, അവൻ തന്നെയാണത്. ആ ചെക്കനാണെങ്കിൽ ചെറിയ നുള്ളിക്കളവ് ചെറുപ്പത്തിലുള്ളതാണ്. അല്ല, ഓൻ ഈ ഗൾഫിലും പോവാൻ നിൽക്കുമ്പോ ഗൾഫ് അതിന് പൈസ കഴിഞ്ഞിട്ടുണ്ടാവൂല. പുതിയ പിള്ളേരുടെ പരിപാടി അതാണെന്ന്. കട്ടെടുത്തിട്ട് പോയി കളഞ്ഞാ പിന്നെ അവനെ എവിടെ ഇട്ട് പിടിക്കാനാണ്? അവന്റെ പെരയിൽ ഇപ്പൊ നിലവിളിയാണ്. നിലവിളിച്ചിട്ട് എന്തായാലും ആ സ്വർണം കൊണ്ടുപോയി കൊടുത്തിട്ട് ഒരു സോറി പറയണം, കേസ് ഒതുക്കാൻ പറ്റും. അപ്പൊ ഉണ്ണി ഇപ്പൊ എങ്ങനെയാ? ഉണ്ണിയുടെ രസം അറിഞ്ഞില്ലേ? അവനെ പോലീസ് നോക്കിയല്ല, അവൻ ശീതളന്റെ വീടിന്റെ അവിടെ തലേദിവസം കിടന്നിട്ട് ഒന്ന് തിരിഞ്ഞു കളിച്ച്. എന്തിനാണ് അറിയില്ലേ? നമ്മളെ പപ്പേട്ടന്റെ മോളായിട്ട് അവന് ചെറിയ കൊളാബറേഷൻ ഉണ്ട്. അത് പറ. രാത്രി ഓളെ കാണാൻ പോണാ. അങ്ങനെ പെട്ടതാ. അപ്പൊ മറ്റേ സത്യേട്ടൻ പോലീസിലുണ്ടായതാണല്ലോ, അപ്പൊ അവനെങ്ങനെങ്കിലും ഊരിപ്പോരും. അതിന്റെ ട്രിക്കലൊക്കെ ഉണ്ടാവും. കാലത്തിപ്പോ പെടാൻ പോണ കിണറേട്ടനെ വന്ന അവൻ പെടും. അവൻ തന്നെ എടുത്തേക്കണ രാഘവേട്ട, അവൻ തന്നെ എടുത്തേക്കണ. അല്ലെ പിന്നെ ഈ ഗൾഫിൽ പെട്ടെന്ന് പോകാൻ അവന്റെ എവിടുന്ന പൈസ? ഞാരിയേ, ഞാൻ ഈ ചിത്രത്തിലേക്ക് വല്ലാണ്ട് ഇങ്ങനെ നോക്കുമ്പോ അന്റെ ഒരു ചായ ഉണ്ടായിന്. നോക്കി കവളൊക്കെ നോക്ക്. ആ ചെവിട്ടില് രോമല്ലാന്ന് മാത്രമല്ല, നോക്കി. വെറുതെ മെനകെട്ട വർത്താനം പറയല്ലേട്ടോ കോയക്ക, കാണുന്നവരെ മുഴുവൻ പൊക്കി കൊണ്ടുപോയാണ്. ഞാനൊരു ചായ പറഞ്ഞാണ്. ഒരു ചായ അത് പൊളിച്ചത്, അതവിടുന്ന് പൊളിക്കണ്ട. വെറുതെ ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞിട്ടാക്കല്ലേട്ടാ. എന്റെ ചായ ഉണ്ടെന്നൊന്നും പറയല്ലേട്ടാ. എന്തിനും ചൂടാവണം ഈ കെട്ടിയില്ലെങ്കില് അങ്ങനെ പറയാ. ചൂടാകണല്ലേ, ഇവിടെ പോലീസ് തേരാപ്പാര നടക്കണ. എന്നെ പിടിച്ചോണ്ടുപോയിട്ട് ആരും വരില്ലെന്ന് എനിക്കറിയാം. അത് ഞാനൊരു സംശയം പറഞ്ഞാണ്. ഞാൻ വീട്ടിൽ പോയിട്ട് വന്നാലോ? വെറുതെ പോയിട്ട് വരാം. എങ്ങോട്ട് പോണ്? അയ്യോ, പറഞ്ഞു വന്നിട്ട് കാര്യം ശരി. എനിക്ക് ഇത്തിരി ഇല്ലായ്മയുണ്ട്. ഞാൻ ഒരാളുടെ മുതല് കട്ടെടുക്കൂല. പറഞ്ഞില്ലല്ലോ. ഈ ശരിക്കും ആ ചിത്രത്തിൽ പോയി നോക്ക്. വെറുതെ ഇരിക്കുവാ. ഞാൻ നിർത്തി പോരെ. ആരാത്? പരിചയമുള്ളത് നടത്താണല്ലോ. നമ്മളെ നോക്കണ്ടല്ലോ ശരിക്കും. ആരാണ്? ഞാനാ. സുദ്യ. എന്താണ്? എന്ത് പറ്റി? അത് ഈ കഴിഞ്ഞ ദിവസം മറ്റേ രേഖാചിത്രം പുറത്തു വിട്ടില്ലേ കള്ളന്റെ? കള്ളന്റെ. അപ്പൊ എന്റെ ഓള് പറഞ്ഞ എന്നെ പോലെ ഉണ്ട്. തോർത്ത് മാറ്റി ആളുകൾ അറിയാണ്ടിരിക്കാൻ വേണ്ടിട്ടേ ഞാൻ തലയെ കൂടി മുണ്ടിട്ടതാ. ഇങ്ങോട്ട് നോക്ക്. ഇത് കറക്റ്റ് സുതിയുണ്ടത്. എടാ, ഇത് കറക്റ്റ് ആണല്ലോ. നീ എവിടെ കൊണ്ടുപോയി വിറ്റത്? എന്തെന്ന്? സ്വർണം. എന്തെന്ന് നിങ്ങൾ പറഞ്ഞത്? ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ ഓളെ സ്വർണം വിറ്റിനേനു, ലോണിന്റെ പൈസ അടക്കാൻ വേണ്ടിട്ട്. അതാണ് ഉള്ളതിലും പ്രശ്നമായി. നിന്റെ ലോണിന്റെ പൈസ അടക്കാൻ എന്തിനാടാ ശീതളേട്ടന്റെ മരുമോളുടെ സ്വർണം കട്ടുവിച്ചത്? കട്ടിട്ടില്ല, ഞാൻ 2 ആഴ്ചയായിട്ട് നടുവൂക്കി പോയിട്ട് കിടപ്പില്ല. നീ മതലി ചാടിയാ പോയ. വേണ്ട ഈ ഒരു പരിധി പുറത്തിറങ്ങി നടക്കല്ലോ. ഈ പെര പോയിക്കോ. ഇതിപ്പം വലിയ പോലീസ് പിടിക്കും. ഇവിടെ നിന്ന് ഞങ്ങളും കൂടി അകത്ത് തോന്നി. ഈ ചിത്രം നോക്ക്, അന്ന മുന്നിൽ വെച്ച് വരച്ച മാതിരി ഉണ്ട്. എന്നെ പോലെ തന്നെ ഉണ്ടാ? ഇങ്ങോട്ട് നോക്ക്. ചെവിട്ടിലെ രോമം കണ്ടോ? പുരികം കണ്ടോ? ഈ മുടി നോക്ക്. എന്റെ സുധി, നീ ഇവിടെ കിടന്ന് തിരിയല്ലേ, ഞങ്ങളും കൂടി അകത്ത് പോകും. നീ വീട്ടിലോട്ട് പോ. പെരക്ക് പോയിക്കോ. ചെവി വെട്ടിയാലോ? അല്ല, മുടി അത് വേണ്ട. അന്നേരം കൂടുതൽ സംശയിക്കായില്ലേ? അത് വേണ്ട. ഈ പോയിക്ക് പെര പോയിക്കോ. തലയിലിട്. ഞങ്ങള് കണ്ട മാതിരി ആയിരിക്കുമല്ലോ. വേറെ ആരും കണ്ട തച്ചു കൊന്നാളും ഉണ്ട്. പെര നടന്നല്ലോ കേട്ടോ. ഒട്ടാകെ വിറക്കും നിനക്ക്. ഇവിടെ നിക്കണ്ട, നമുക്ക് മറക്കുന്നു. ഇവന് നല്ല വെപ്രാളം ഉണ്ട്. ഇവൻ തട്ടിയിട്ടുണ്ട്. ഇവൻ 2.5 പവൻ വെച്ച് വിൽക്കുകയാണ്. നമ്പറാണത്. പോയവനും എടുത്തവനും ഒക്കെ ഇങ്ങാടാനല്ലോ. അതെ, അതല്ലേ. എന്തായാലും ഈ കഴിച്ചിലായി. മണ്ടക്കാട് ചായ പോനാണ് ഇപ്പൊ. എനിക്ക് ഇപ്പഴാ ഒരു ആശ്വാസമായിരുന്നു. ആകെ വെപ്രാളമായിട്ട് ഇരിക്കായിരുന്നു ഇവിടെ. അസ്സലാമു അലൈക്കും. സുലൈമാൻ പറയ്. ഇതവിടെ ഉണ്ട്, ബർബർഷാപ്പിന്റെ അടുത്തുണ്ട്. ആര്? സുക്കൂറിന്റെയോ? അല്ല, ഞാൻ അങ്ങോട്ട് വരാം. അതെ, ഇവിടെ സുലൈമാൻകല്ലേ ഇറച്ചിപ്പീടി നടത്തണേ. മൂപ്പരമാ സുക്കൂറുണ്ട് ദുബായിലുള്ള. ഓന്റെ ചായ ഉണ്ട് അത്ര രേഖാചിത്രത്തിന്. കാപ്പിയാണ്. ഞാൻ പോയണം. എന്തെങ്കിലും ആള് മാറി
ഓനെല്ലാം പേടി പിടിക്കും. നേരത്തെ ഉണ്ട്, നമ്മള് നേരത്തെ ചായ ഉണ്ട് പറഞ്ഞപ്പോഴേ അല്ല ചായ ഇല്ലായി ഒന്നും ഇല്ല കേട്ടോ. നിങ്ങൾ ശരിക്കും നോക്കി ചായ അല്ല ചായ, അച്ഛനില്ല ചാ. അത് ഒക്കെ ഒന്ന് തന്നെ പറയുമ്പോ ഒക്കെ ചായ തന്നെ. സാർ നമ്മള് അല്ല സാർ രേഖാചിത്രം തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഉവ്വ. അപ്പൊ അത് വെച്ചിട്ട് നമ്മള് എൻക്വയറി നടക്കുന്നുണ്ട്. അല്ല സാർ ഇല്ല ഇല്ല എത്രയും പെട്ടെന്ന്. ഓ സാർ ഇല്ല സാർ അത് മീഡിയാസ് വെറുതെ പറയണതാണ്. ഇല്ല ഓക്കെ സാർ. സാർ ഇല്ല സാർ വിത്തിൻ ഒരു 2 ഡേയ്സിനുള്ളിൽ എന്തായാലും പിടിക്കും. ഓ ഇല്ല സാർ ഇല്ല ഇല്ല ഞാൻ എല്ലാവരോടും പറയാം. ഓക്കെ സാർ. സാർ മേലുദ്യോഗസ്ഥന്മാർക്ക് മേളിൽ ഇരുന്ന് പറഞ്ഞാൽ മതിയല്ലോ. എടാ നായിന്റെ മോനെ, നീ കാരണം ബാക്കിയുള്ളവന്റെ സ്വസ്ഥത പോയേക്കണേണ്. ഒക്കുന്നില്ല ഞാൻ. സാറേ, നമ്മൾ ഈ ടൗണിൽ ചെന്നിട്ട് ഈ രേഖാചിത്രം കാണിച്ചപ്പോഴേ പലരോടും ഇത് കണ്ടിട്ട് ആളെ അറിയോ എന്ന് ചോദിച്ചപ്പോ സാമ്യം ഇന്ന ആളായിട്ടുണ്ട് എന്ന് എല്ലാവരും പറഞ്ഞ ഒരാളെ ഞാൻ പിടിച്ചോടുന്നുണ്ട്. അതെ, അപ്പൊ DSP സാറ് വിളിച്ച് ചീത്ത വിളിച്ചിട്ട് വെച്ചേ ഉള്ളൂ പ്രതിയെ പിടിച്ചോന്ന് ചോദിച്ചിട്ട്. അതെ, ഒരുമാതിരി സാമ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവൻ ചെയ്തിട്ടില്ലെങ്കിലും അവനെ കൊണ്ട് സമ്മതിപ്പിക്കാം, വിളിക്കാം. കുറെ ആൾക്കാർ പറഞ്ഞ സ്ഥിതിക്ക് അവനെ സാധ്യത എനിക്ക് കള്ള ലക്ഷണം ഉണ്ട് മൊത്തം. ഇടോ ഇടോന്നെ ഇയാള് മറ്റേ പത്രക്കാരനല്ലേ? നോക്കിയാ മീശി പിന്നീനൊക്കെ കറക്റ്റല്ലേ? എനിക്ക് ഇയാൾ അന്നേ സംശയം ഉണ്ടായിരുന്നു. ഞാൻ ആ വീട്ടിൽ 5 ദിവസം ആളില്ല എന്ന് അറിയണോ ഇപ്പം മാത്രമാണ് അല്ലേ? അയാൾ എന്നോട് പറഞ്ഞു. സംസാരം വേണ്ട. ഈ സ്വർണ്ണം എവിടെ കൊണ്ടുപോയിട്ട്? എന്ത് സ്വർണ്ണം സാറേ? എന്ത് സ്വർണ്ണോ? ശീതളന്റെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച സ്വർണ്ണം നീ എവിടെ കൊണ്ട് വിറ്റെന്ന്? ഞാനാണ് പത്രം കൊടുക്കൽ മാത്രമേ ഉള്ളൂ. അവിടെ അയാളും കുടുംബം ഇല്ല എന്നുള്ളത് നിനക്കറിയില്ലേ? അവര് പറഞ്ഞു അറിയില്ലേ? പത്രം ഉണ്ടാന്ന് പറഞ്ഞ ഞാൻ. അപ്പൊ അതുകൊണ്ട് നീ സുഖമായിട്ട് പോയിട്ട് ഒരു തടസ്സം ഉണ്ടാവില്ല എന്ന് കരുതിയിട്ട് ബീഫും പൊറോട്ടയൊക്കെ തിന്ന് മദ്യം കഴിച്ചിരുന്നു. മര്യാദയ്ക്ക് സത്യസന്ധമായിട്ട് കാര്യം പറഞ്ഞ നിന്നെ ഞാൻ രക്ഷിക്കും. ഞാനൊന്നും അറിയില്ല സാറേ. ഞാൻ പത്രം കൊടുക്കുന്നു ഒറ്റ അറിയില്ലേ? ഇല്ല. നീ എങ്ങനെയാണോ മതിൽ ചാടിയത്? ശീതളന്റെ അവിടെ മതിൽ നീ എങ്ങനെ ചാടി? മതിലെന്താ എനിക്ക് ചാടാനാവും? മതിലിൽ വല്ലതും കുറഞ്ഞിട്ടുണ്ടോ നോക്കണം. അയാളെ ദേഹത്ത് ഷർട്ടൊക്കെ ഊരേണ്ടി വരും സാറേ. കുറഞ്ഞ പാടുകളുണ്ടോ നോക്കാം മതിൽ ചാടി. ഇല്ല സാറേ, ഞാൻ എനിക്ക് അപ്പോഴറിയാം നീ അവിടെ കറങ്ങി നടക്കണ കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നി. മതിൽ കയറാൻ പോയില്ല സാറേ. രക്ഷപ്പെടാന്ന് നീ വിചാരിക്കണ്ട. ഇത് കണ്ടോ പുരികം കണ്ടോ? നിന്റെ അതേ പുരികം. മീശ കണ്ടോ? അതേ മീശ. സത്യം പറ. ഇത് എന്നെക്കാളും പ്രായമില്ല ആളെ ഫോട്ടാണ് സാറേ. ഇത് എന്നുമായിട്ട് യാതൊരു സാമ്യവും ഇല്ല. ഇനി നോക്ക്, ഇയാള് ദുൽഖർ സൽമാൻ പ്രായമുണ്ടെന്ന് പറയാം. ചെവിക്ക് രോമം ഉണ്ടായിന്. എനിക്ക് ചെവിക്ക് രോമം ഉണ്ടാ. നമുക്ക് പറിച്ചളഞ്ഞാണോ ഷൈവ് ചെയ്താണ്? അതെ, ഞാൻ ആ ശീതളിനെ വിളിച്ച് പറയാം. അയാൾ വന്ന് ഐഡന്റിഫൈ ചെയ്യണം. അവിടെ ഇരുന്ന് മിസ്റ്റർ ശീതളൻ, ഇത് സ്റ്റേഷൻ SI ആണ്. നിങ്ങൾ ഒന്ന് സ്റ്റേഷൻ വരെ അത്യാവശ്യമായിട്ട് വരണം. ഒരു പ്രതിയെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വന്നൊന്ന് ഐഡന്റിഫൈ ചെയ്യണം. അടുത്തുണ്ടോ? എന്നാ പെട്ടെന്ന് പോരും. ശരി. അയാളിവിടെ അടുത്തിട്ട് ഇപ്പൊ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മോഷണം ഈ പ്രായത്തിലല്ലേ? ഈ പത്രം പോണ എത്ര വീട്ടിൽ ഇത് സ്ഥിരം പണിയാണോ? സാർ, രേഖാചിത്രമായിട്ട് സാമ്യമുള്ള ഒരാളെ കൂടി കിട്ടിയിട്ടുണ്ട് സാർ. വിളിക്ക്. കയറി വാ.
സാറേ എന്നെക്കാൾ രൂപ സാധിച്ച് ഇവനെയാണ് കൈതാത്തറ എന്റെ മീശ ഒന്ന് കാണട്ടെ. സുധാ, അപ്പൊ ഇത് സംഘം ചേർന്നുള്ള മോഷണം? ഇല്ല സാറേ, ഞങ്ങള് മോഷ്ടിച്ചിട്ടില്ല. മോഷ്ടിച്ചോ ഇല്ലെന്നുള്ളത് ഞങ്ങൾ തെളിയിച്ചോളാം. മോഷ്ടിച്ചിട്ട് മോഷണം നടന്നതിന്റെ അടുത്ത് മാന്യമാരായിട്ട് ഒന്നിക്കുക, സംശയം ഉണ്ടായിരിക്കും അല്ലേ? നീ പഠിച്ച കളാണല്ലടാ. സാറ് വെളുപ്പിന് 4 മണിക്കല്ലേ മോഷണം നടന്ന? അതെ. 2 കോടി രൂപ തരാന്ന് പറഞ്ഞാലോ ആ നേരത്തെ നീട്ടി ആ മതിലൊന്നും ചാടാൻ നിൽക്കൂല സാറേ. മതിൽ ചാടിയത് ഇയാള് അല്ലേ? അല്ല, മതില് ചാടാൻ നിൽക്കൂല. അപ്പൊ മതില് ചാടിയിട്ടുണ്ടെന്ന് അവൻ സമ്മതിച്ചു. ഇല്ല സാറേ, ഞങ്ങളെടുത്തല്ലേ. ഞങ്ങള് ശീതളന്റെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച സ്വർണം രണ്ടാളും കൂടെ എവിടെ കൊണ്ട് വിറ്റ്? സാറിനെടുത്ത സാറേ, ഞങ്ങൾ എടുത്തിട്ടില്ല സാറേ. സാമ്യമുള്ള ഒരാളാണ് കിട്ടിയിട്ടുണ്ട്. കൊണ്ടുവാ. സാമ്യമുള്ള ഒരാളാണ് കിട്ടിയിട്ടുണ്ട്. കൊണ്ടുവാ. സാറേ, ഇവനാണ് ശരിക്കും രൂപത്താവെന്ന് ശരിക്കും രേഖാചിത്രമായിട്ട് സ്വാമി ഇളാട്ടാ കണ്ടാ. കറക്റ്റ് അതുപോലത്തെ മീശ, ചെവിയിലെ പൂട കണ്ടാ, ഈ മുടി വരെ നെറ്റിലേക്ക് വീണിറങ്ങി നോക്കി. ഇത് ആരോടെ രേഖാചിത്രം ഉണ്ടാക്കിയത്? പുറത്തിറങ്ങി ആരെ നോക്കിയാലും ഇപ്പൊ ഇതുപോലെ തോന്നുന്നത്. എടുത്തിട്ടുണ്ടെങ്കിൽ നീ സമ്മതിച്ചു. ഞങ്ങളെയും കൂടി തല്ലുകൊള്ളിക്കല്ലേ സുധി? ഞാൻ എടുത്തിട്ടുണ്ട് കാര്യട്ടാ. ഇങ്ങോട്ട് നീക്കണം. ഇത് നല്ല വെള്ളമാണല്ലേ? നിങ്ങളുടെ കൈ വിറക്കണേ. പേടിച്ചിട്ടാ. ഓ, ഈ സ്വർണ്ണം എവിടെ കൊണ്ടാ വിറ്റേ? തത്തമ്മ ജ്വല്ലറി. തത്തമ്മ ജ്വല്ലറി. 40 പവൻ സ്വർണ്ണം നീ അവിടെ കൊണ്ട് വെച്ചോടാ? ഇല്ല, ഞാൻ എന്റെ ഓളെ 2.5 പവന്റെ കമ്മല്. ആരെ? എന്റെ ഭാര്യ കമ്മല് വിട്ടതാ 2.5 പവൻ. അപ്പൊ ഈ 40 പവൻ സ്വർണ്ണം എവിടെ കൊണ്ട് വെച്ചേ? ഞാൻ എടുത്തിട്ടില്ല. കള്ളം പറയരുത്. ഞാൻ എടുത്തിട്ടില്ല സാറേ. ഞാൻ സത്യം പറഞ്ഞാ ഇല്ല. എനിക്ക് ഇരുട്ടായാല് എനിക്ക് ഒരു നോക്കും പേടിയാ. ഞാൻ പുറത്തിറങ്ങില്ല. സമ്മതിച്ചേര് സുധി. എടുത്തിട്ടില്ല. ഓതാ, ആ കാന്താരി മുളക് റെഡിയാക്കി വെക്കും, എന്നാലേ അവൻ സത്യം പറയും. ഞാൻ കട്ടിട്ടില്ല സാറേ, കട്ടിട്ടില്ല. അതിപ്പോ എല്ലാവരും കട്ടവര് കട്ടില്ല തന്നെ. സാർ ഇല്ല സാർ, ഏതാണ്ട് ഒരു 2-3 പേരെ കിട്ടിയിട്ടുണ്ട് സാർ, നമ്മുടെ രേഖാചിത്രമായിട്ട് സാമ്യമുള്ള. ഞങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക. സാർ ഇൻഫോം ചെയ്യാം സാർ. സാർ സിയമന എഴുന്നേക്കടാ. എന്താടാ അമ്മയപ്പന്റെ വീടാടാ ഇത്? ബെഞ്ച് കണ്ടാ ഇരുന്നു പോകും. അതുകൊണ്ടാണ് അകത്തോണ്ട് പോയി കിടത്ത് കൊണ്ടുപോകും സാർ. നടക്കണേ. 3 പേര് പരിചയക്കാര് ഒത്തു ചേർന്നിട്ട് നടക്കണം. ഇരിക്കണം. സാറേ, എന്റെ പേര് സത്യശീലൻ എന്നാണ്. സാർ എനിക്കറിയാം. സാർ എന്നെ മറന്നു. ക്യാമ്പിലുണ്ടായിരുന്നപ്പോ സാർ എന്നെ ട്രെയിൻ ചെയ്യിച്ചിട്ടുണ്ട്. ആണോ? അത് എന്റെ പരേഡ് ശരിയല്ലാന്ന് പറഞ്ഞിട്ട് ഒരു 50 റൗണ്ട് ഫ്രോക്ക് ജമ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മറക്കൂല അന്ന്. ഇപ്പൊ സാർ വന്ന കാര്യം? സാറേ, ഈ ശീതളൻ എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ നിന്ന് കുറെ സ്വർണം പോയല്ലോ. ഓ, അപ്പോ
അയാളുടെ രേഖാചിത്ര ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് പുറത്തു വിട്ടിട്ടുണ്ട്. ഓ എന്റെ സാറേ അതിന്റെ തലവേദനയില്ല. അതെ അതെ, ഒന്നും പറയണ്ട. അപ്പോ എന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു ആള് എനിക്ക് ഈ ഫോട്ടോ അയച്ചു തന്നു. അല്ല, അയാൾക്ക് ഇതുമായിട്ട് സാമ്യമുണ്ടോ? ഇല്ല, അയാൾക്ക് സാമ്യമില്ല. ഇത് എന്റെ മോന് ഇയാളുമായിട്ട് ചെറിയൊരു ഒരു സാമ്യമുള്ളത് പോലെ എനിക്ക് തോന്നി. അപ്പോ ഞാൻ അവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നതാണ്. ഇനി വഴിയിൽ എവിടെയെങ്കിലും വെച്ച് പോലീസുകാർ കണ്ടുപിടിച്ചോണ്ട് വരുന്നതിനേക്കാൾ നല്ലത് ഇവിടെ വന്ന് റിപ്പോർട്ട് ചെയ്യല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൂട്ടിയിട്ട് വന്നിട്ടുണ്ട്. അത് നല്ലതാ. സാറിന്റെ മോനാള് കുഴപ്പക്കാരനൊന്നും അല്ലല്ലോ? ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ആളെവിടെ? ആള് പുറത്തുണ്ട്. എന്താ പേര്? പേര് ഉണ്ണി. പിന്നെ വിളിക്കാം. അല്ല വേണ്ട, സാറിക്ക് സാറിക്ക് ഞാൻ വിളിക്കാം. ഉണ്ണേ കരുവോ. ഉണ്ണി അതൊന്നും മാറ്റിക്കേ. ഉണ്ണി ഈ സംഭവം നടന്ന വീടിന്റെ അവിടെ പോയിരുന്നോ? പോയിരുന്നു സാർ. ആഹാ, എന്തിനവിടെ പോയത്?